അപ്പോൾ നമ്മൾ ലീവ് സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് അടുത്ത ലോഡിന് വന്നതാണ് കേട്ടോ. പേരിൻ്റെ ഉള്ളിലാണ് നമ്മൾ. മൈസൂർ കേബിൾ വയറാണ് നമുക്ക് ലോഡ്. നമ്മൾ വണ്ടി എൻട്രി ആക്കി ഉള്ളിലിട്ടുണ്ട്. കമ്പനീൻ്റെ ഉള്ളിൽ അവർ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. വെസ്റ്റ് കോസ്റ്റ് കേബിൾ. ഹൈദരാബാദക്കാണ് നമുക്ക് ലോഡ്. കേബിൾ റോളുകൾ അടക്കി ഇങ്ങനെ ഇതാക്കണം, നിറച്ച്. ഇതൊക്കെ വണ്ടി ലോഡായി നിൽക്കുകയാണ്. എവിടേക്കുള്ള വണ്ടിയാണോ? ട്രെയിലറാണ്. നമ്മളെ മുമ്പിൽ 2 വണ്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഡാവുള്ളൂ. വൈകുന്നേരം ആവും കേട്ടോ ലോഡാവാൻ. നല്ല അടിപൊളി പൂന്തോട്ടങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കമ്പനിൻ്റെ ഉള്ളിൽ. വെൽക്കം. 16 ടൺ ഉണ്ടാവുള്ളൂ എന്ന ലോഡ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വൈകാതെ ലോഡ് കയറി കിട്ടട്ടെ. ഒരു രാത്രിക്ക് മുമ്പൊക്കെ ഇവിടുന്ന് കയറ്റി വിടുകയാണെങ്കിൽ നാളെ രാത്രിക്ക് മുമ്പായിട്ട് നമുക്ക് സൈറ്റ് പിടിക്കാം. അപ്പോൾ ലോഡ് പെട്ടെന്ന് ഇറക്കി കിട്ടും. അല്ലെങ്കിൽ അതിനൊരു ദിവസം പോകും. അപ്പോൾ ആ വണ്ടി കുറച്ച് അപ്പുറത്തൊക്കെ മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റിയിടാം. ഇവിടെ എവിടെയാണ് നമ്മളെ ലോഡിങ് സാധനം കിടക്കുന്നത്. നമ്മളെ സാധനം ഇവിടെ നിർത്താനാണ് പറഞ്ഞത്. ഇവിടെ നിർത്താം. സൂപ്പർവൈസർ വരട്ടെ. കേബിൾ റോൾ ഉണ്ടാക്കാനുള്ള മരക്കഷ്ണങ്ങളാണ് ഇതൊക്കെ. ഇതാ അവിടെ പുതിയ റോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കേബിൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ റോളുമ്പോൾ കാറ്റാനുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ലോഡിങ് ഇതാ സ്റ്റാർട്ടായിട്ട് കേട്ടോ. ഫോർക്ക് ലിഫ്റ്റിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി തള്ളുക. ചേട്ടാ ഫ്രണ്ടിൽ വണ്ടി വന്നുണ്ട്. അണ്ണാ മെല്ലെ ഇട്ടൂടെ, പൊളിച്ചല്ലേ പലക. ഇരുമ്പ് ബോഡിയാണ് പേടിക്കല്ല നമുക്ക്. മരം ബോഡി ആകുമ്പോളേ
800 കിലോനാണ് ഒരു റോള്. 800 800 ചില്ലാന് വരും. 800 നമുക്ക് 16 ടൺ എന്നാണ് പറഞ്ഞത്. ഒരു 20 പീസ് 3 ലൈനായി. 6 കിട്ടിയാൽ 6 12 ആവും താഴെ. 4 പീസ് മുകളിലും വരുമെന്നാണ് പറഞ്ഞത്. അതെല്ലാം കയറ്റട്ടെ, അങ്ങനെ നോക്കാം. ഓരോ ലോഡുകൾ കയറ്റുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് വെക്കേണ്ടി വരും. അട വച്ചില്ലെങ്കിൽ എല്ലാം കൂടി ഉരുണ്ട് പോവും. മൊത്തം ബ്രേക്കാണ് അടിച്ചാൽ നേരെ എല്ലാം കൂടി മുന്നിലേക്ക് വരും. ഈ സാധനമൊക്കെ ഭയങ്കര ഡേഞ്ചർ ലോഡാണ്. അത് ഉരുളണ സാധനമായതുകൊണ്ട് പേടിക്കണം. ഈ ഗ്യാപ്പിലൊക്കെ അട വെക്കണം. നമ്മളെ റോൾമലൊക്കെ സ്ഥലം എഴുതിയിരിക്കും കേട്ടോ. നമ്മളെ ഹൈദരാബാദ് സെക്കന്ദരാബാദാണ് ഉള്ളത്. എന്നാ സെക്കന്ദരാബാദ് ഇത് കയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഇടയിൽ എല്ലാവരും ഇരിഞ്ഞു പോയി. എന്താ സംഭവം എന്നറിയില്ല. ഇന്നലെ ചായ കുടിക്കാൻ എന്തെങ്കിലും പോയതാണോ ഒന്നും അറിയില്ല. ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല. പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അത് വൈകുന്നേരം 5:30 മണിക്ക് അടച്ചു. ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. അത് ഇറക്കി ഇത് കയറ്റി ഇനി പുറത്തിറങ്ങി പോയാലേ ഇനി ഭക്ഷണം എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പണിക്കാരൊക്കെ പെട്ടെന്ന് വന്ന് നമുക്ക് അടിയത്തെ അട്ടിയുടെ മേലേക്ക് കയറ്റാൻ കേട്ടോ. ഒന്ന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് 2 പീസും കൂടി ഉള്ള ബാക്കിൽ
ആ ചായ പൈസ 200 അല്ലേ? അതിൻ്റെ ബെൽറ്റ് പൊട്ടിക്കണം. അതിൻ്റെ ബെൽറ്റ് പൊട്ടിക്കണം തോന്നുന്നുണ്ട്. ബാക്കിയാണല്ലേ, അടിച്ചിൻ്റെ ബാക്കിയാണല്ലേ? ഒക്കെ മേലെ തട്ടില്ല, ബ്ലേഡിൻ്റെ മൂർച്ച ഉണ്ടാവും. കട്ടയാതെ പതുക്കെ. ആ അപ്പോൾ ഒരു പീസും കൂടി ഇട്ടാൽ തീർന്നു. പോയി കൊണ്ടുപോവാ, ഒരു റോളും കൂടി എന്നാൽ തീർന്നു. അതുപോലെ എടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അമ്മമാരി പോക്കാണ് ഒരു പോകും. അടുത്തു 200 ചായ പൈസ തരണ്ടാന്ന് പറഞ്ഞപ്പോ പരിപാടി ഒക്കെ ഫാസ്റ്റ് പണി തരും. ഇപ്പോൾ കറക്റ്റായിട്ട് ഇറക്കണ്ട്. നമ്മള് ചായ പൈസ തരൂല എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കിലില്ലാത്തതാണ്. അപ്പോൾ നമ്മളെ ലോഡ് ഫുള്ള് ഇനി തൂക്കണം. ജാക്കേ ചായ പിയോ, ചായ പിയോ. ഇനി തൂക്കണം, തൂക്കാൻ പോവാ. ആ വണ്ടി ഇങ്ങനെ പോകാനാണ്, പോയിക്കോട്ടെ. ആ വണ്ടി ആ കണ്ടെയ്നറിന് പോകാനുണ്ടെങ്കിലേ അവനോട് പോയിക്കോട്ടെ, എന്നാലും നമുക്ക് അവിടെ ബാക്ക് പോകാൻ പറ്റുള്ളൂ. വേ ബ്രിഡ്ജിൽ ഒക്കെ നിർത്തിക്കണം, കയറ്റിയിട്ടില്ല, ഇവിടെ ആളില്ല. വേ ബ്രിഡ്ജത്തെ ആളെത്തിയിട്ടില്ല. ആളെത്തിയാൽ നമുക്ക് തൂക്കിയിട്ട് ഓരോ ബെൽറ്റ് ഇട്ട് കൊടുത്താലേ ഒരു സമാധാനമാണ്, ഹൈറ്റുള്ളതല്ല. $16 ടണ്ണാണെന്നൊക്കെ പറഞ്ഞിരുന്നു, അത്ര ഉണ്ടെന്ന് അറിയില്ല, തൂക്കി നോക്കണം. അപ്പോൾ പിടിച്ചിൽ കയറ്റി. എത്ര തൂക്കളാക്കാം? തൂക്കം എത്ര? 24 450. അപ്പം എത്ര ഉണ്ടാവാം? മറ്റെത്ര ഉണ്ടായിന്? 11 460 കാലി. അപ്പോൾ നമ്മൾ ബില്ലിന് വെയിറ്റ് ചെയ്ത സമയത്ത് ഒരു 4 ബെൽറ്റൊക്കെ അടിച്ചിട്ടോ, ഒന്നും കൂടി നമുക്കൊരു സേഫ്റ്റി ആവുമല്ലോ. സാധനം നല്ല ടൈറ്റിലാണ് നിൽക്കുന്നത്, എന്നാലും 2 ബെൽറ്റ് കൊടുത്താൽ നല്ലതല്ലേ. നമ്മൾ ബില്ല് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പിലുള്ള ആളാണ് ബില്ലിൻ്റെ ആൾ. നമ്മൾ ഫയലൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ബില്ല് കിട്ടും. ബില്ല് കിട്ടി നമ്മൾ യാത്ര തുടരും. നാളെ ഞായറാഴ്ചയാണ്, അൺലോഡിങ് ഉണ്ടാവില്ലെന്ന് അറിയില്ല. കമ്പനിയാണോ പ്രൈവറ്റാണോ ഒന്നും അറിയില്ല. ബില്ല് കിട്ടിയാൽ യാത്ര തുടരാം. അപ്പോൾ നമ്മൾ യാത്ര ആന്ധ്രയിലാണ് എത്തിയിട്ടുള്ളത്. രാവിലത്തെ നാസ്ത അയക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമ്മൾ ഒരു ബെൽറ്റ് മാത്രം ഇങ്ങനെ ഊരിച്ചാട്ടാണ്, ലൂസാവാണ്. ലെഫ്റ്റ് സൈഡിൽ ശരിക്കും പിടുത്തം കിട്ടില്ല. വണ്ടി കുറച്ച് ഓടുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇട്ടു, 100 പ്രാവശ്യം കൂടി ചെയ്ത് നോക്കണം. പിന്നെ ലൂസാവുകയാണെങ്കിൽ അങ്ങനെ വിടാം.
വണ്ടിക്കാരൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കണം, നാസ്ത കഴിക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണം സൈഡാക്കിയിട്ട്. ഇവിടുത്തെ ഞായറാഴ്ചയിലൂടെ ഇറങ്ങില്ല, നാളെ രാവിലെ ഇറങ്ങുള്ളൂ. പൂരി ദോശ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഓരോരോ ഫാമിലികൾ ചെറിയ കടകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പോൾ MBയുടെ ഒക്കെയാണ് ഈ വണ്ടിയൊക്കെ തൂക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ. വീട്ടിൽ തൂക്കി കൊണ്ടുപോകില്ല, വണ്ടി കൊണ്ടുപോകുന്നില്ല, അവർ ചിക്കിളി വാങ്ങിക്കൊണ്ടുപോകും, വണ്ടിയെല്ലാം ആക്രമിക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിക്കാനുള്ള ഒരു ഏർപ്പാടുകളല്ല, കക്കാനുള്ളതൊന്നല്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ ബുദ്ധിമുട്ടില്ല. നമ്മൾ പൂരി ആയിക്കൊണ്ടിരിക്കുകയാണ്, കഴിക്കട്ടെ. എന്നിട്ട് ബെൽറ്റ് ഒന്നും കൂടി സെറ്റാക്കണം, ബെൽറ്റ് ഊരിയിട്ടുണ്ട്. റൗണ്ടായതുകൊണ്ട് ബെൽറ്റ് നിൽക്കാൻ വലിയ പാടാണ്. ക്രോസ് കൊടുത്തത് ഒന്നും കുഴപ്പമില്ല, വെച്ചാൽ അതേപോലെ തന്നെ ഉണ്ട്. ഈ ഒരെണ്ണാണ് ഊരുന്നത്, ഒരു പ്രാവശ്യം കൂടി ഇട്ടാകും. അപ്പോൾ നമ്മളിതാ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ മുന്നിൽ പോയിട്ട് അതാ അവിടെ ബൈക്ക് തിരിഞ്ഞത്, അവിടെ റോഡുണ്ട്, ചെറിയ റോഡ്. ആ റോഡിന് തിരിഞ്ഞു പോകണം, ഒരു 1/2 കിലോമീറ്റർ. അപ്പോൾ വയറ് ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വണ്ടി ഹൈറ്റുള്ളതുകൊണ്ട്, ലോഡ് ഹൈറ്റുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ രാവിലെ ആളെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി. അപ്പോൾ അവർ നമ്മളെ കൂട്ടിയിട്ട് പോകുമ്പോൾ പോക്കടക്കുള്ളൂ, അല്ലെങ്കിൽ ലൈനൊക്കെ പിന്നാലെ പോകുന്നാലേ കച്ചറ ഉണ്ടാവും. അപ്പം ഇന്ന് രാവിലെ പാർട്ടിക്കാർ വരട്ടെ. അപ്പോൾ രാവിലെ നമ്മൾ പാർട്ടിക്കാർ വന്ന് നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു മറ്റേ എന്താ പറയുക, വില്ലയാണ്, വില്ല. ലൈനുകളൊക്കെ വളരെ താഴത്താണ്. ഓരോ റോഡിന് ഓരോ നമ്പർ. ഈ റോഡിന് നമ്പർ 11ാമത്തെ ലൈനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു 2 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടുന്ന് പുറത്തേക്കുള്ള ദൂരം. ഈ 2 കിലോമീറ്റർ ഉണ്ടല്ലേ, ലൈന്, കേബിള്, ചുറ്റുഭാഗം CCTV ക്യാമറ, അതേപോലെയൊക്കെ തട്ടാതെ ഇങ്ങോട്ട് എത്തണമെങ്കിലേ ഉണ്ടല്ലേ, ക്യാമറൻ്റെ ഐറ്റം ഉണ്ടല്ലേ, നമ്മുടെ വണ്ടീൻ്റെ ഐറ്റം ഉണ്ടല്ലേ, വയറൊക്കെ പൊക്കി പൊട്ടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ, ഈ വീടിൻ്റെ ബാക്കിലാണ് നമുക്ക് സാധനം ഇറക്കി വെക്കാനുള്ളത്. ഇത് ടെലികോമിൻ്റെ വയറാണ് കേട്ടോ. ഈ വില്ലയിലുള്ള ഇതാ കണ്ടില്ല, കുറേ വയറുകൾ കണ്ടോ. ലൈൻ നമ്പർ 11. അത് 11ാം നമ്പർ റോഡാണ്. ഇവിടെ ഈ വീടിൻ്റെ ബാക്കിൽ നമുക്ക് ഈ സാധനം ഇറക്കി വെക്കണം. പിന്നെ ക്രെയിൻ എത്തണം, ക്രെയിനിന് വെയിറ്റ് ചെയ്യണം. ക്രെയിൻ വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്. ഈ റൂമിൻ്റെ ഉള്ളിൽ, ഈ റൂമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ തന്നെയാണ് അവർ പറഞ്ഞത്. ഇവന് ക്രെയിന് വരട്ടെ. ക്രെയിൻ എന്നാ പറഞ്ഞത്, പ്ലെയിൻ എന്നല്ല പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അവിടെ നല്ലൊരു ഇരിപ്പിടൊക്കെ ഉണ്ട്. വൈകുന്നേരം അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ളതായിരിക്കും. അപ്പോൾ കാക്കി ഇരിക്കുന്നുണ്ട്, നമുക്ക് അതിലിരുന്ന് വെയിറ്റ് ചെയ്യാം ക്രെയിനിന് വേണ്ടി. അപ്പോൾ അതാ നമുക്കുള്ള ക്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ക്രെയിനിനെ അതിൻ്റെ ഉള്ളിലാക്കണം, എന്നിട്ട് നമുക്ക് റിവേഴ്സ് വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള പണിയെടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ റിവേഴ്സ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ റിവേഴ്സ് വെച്ചു. ആ ബാക്കത്തെ ബോഡി തുറന്നു കൊടുക്കേണ്ടി വരും. അത് മേലത്തെ 4 പീസ് എടുത്തിട്ട് നമുക്ക് ബോഡി തുറക്കാം. ബോഡിമേ ജാമായിട്ടുണ്ടാവും. നമ്മളെ ക്രൈനർക്ക് ഹെൽപ്പർ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കയറിക്കാണ്ട് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് പണിയാവും. മേലത്തതൊക്കെ ഓക്കെ, നമുക്ക് ആ തുളയിൽ കൂടെ കയർ എങ്ങനെയൊക്കെ ഇട്ടിട്ട് പൊക്കാം. ഈ താഴെയുള്ളത് എന്താ ഇനി കണ്ടുക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ആ തുളയിൽ കൂടെ ഈ കോല് കൊണ്ട് കുത്തിക്കാണ്ട് ഇട്ടതാ. പോട്ടെ, ബാക്ക് പോട്ടെ. മതിൻ്റെ അപ്പുറം കൊണ്ട് വെക്കണത്. കേബിളും ഉണ്ട്. അതിന് തട്ട മതിൽ പോകും. അത് ഊരി കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്രെയിനിൻ്റെ പണി നമ്മൾ എടുക്കേണ്ടി വരും. പോട്ടാ, ആ സൈഡ് പോട്ടാ. इधर करो, ऐसा करना, आगे करो, उधर करो, बाबा आगे करो, आगे ഒന്നോട്ടാ ഒന്നോട്ടാ ഒന്നോട്ടാ. പൊന്നോടത്തോളം പോകുന്നോട്ടെ, കഴിഞ്ഞാൽ ഇറങ്ങിക്കോട്ടെ. കറണിച്ചക്കർ കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ഒന്ന് ഭൂമിക്ക് എത്തി. ഇനി ബാക്കി 4 ഇതേമാതിരി എത്തും. ബാക്കിയുള്ളതാണ് പ്രശ്നം, ബോർഡിൻ്റെ ഉള്ളിലുള്ളത്. ബോർഡിൻ്റെ ഉള്ളത് എങ്ങനെ കിട്ടുന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളെ വണ്ടി കാലി കിട്ടും. അവസാനത്തെ പീസാണ് പോകുന്നത്. കുറച്ചധികം കഷ്ടപ്പെട്ടു, കാരണം ക്രെയിനിൻ്റെ ആളെ കൂടെ ഹെൽപ്പറില്ലാത്തതുകൊണ്ട്. നമുക്ക് പണിയാണല്ലോ, എങ്ങനെ പോലും പണിയില്ല വണ്ടി. നമുക്ക് ജോലിക്കാർക്ക് കൂലിയില്ലെങ്കിലും പണി ഇഷ്ടം പോലെ ഉണ്ട്. പള്ളം നിറച്ച് പണി. വാക്കർ ഇറക്കിയിട്ടാണ് 15 പീസ് അവിടെ ആയി. 16 പീസ് നമ്മൾ കൊടുത്തു. ലാസ്റ്റ് പീസ് ക്രെയിനോടെ കൊണ്ടുവെക്കും. അപ്പോൾ ഈ ദൗത്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇറക്കാനിട്ടോ വേറെ ഒന്നിനും കഷ്ടപ്പെടില്ല. വിജയകരമായി പൂർത്തീകരിച്ചു.
പിന്നെ അടുത്ത് നോക്കണം, അത് വിശപ്പ് മാറ്റണം, എന്നിട്ട് അടുത്ത ലോഡിന് നോക്കാം. അപ്പോൾ അതാണ് നമ്മളെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മൾ മടങ്ങുകയാണ്. നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലാണുള്ളത്, ഹൈദരാബാദിലല്ല. നമ്മൾ താണ്ടൂരിലേക്കാണ് പോണത്. താണ്ടൂരിൽ ലോഡുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സഹായിച്ച കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു ചായ പൈസ കിട്ടി. ലേശം കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.